മതേട്ടാ എണീക്ക്. ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ ഫോൺ. ഓ വന്ദനമോളാണല്ലോ. ഇവളെന്താ ഈ സമയത്ത്? എന്തെങ്കിലും അത്യാവശ്യം കാണും. എടുക്ക്. എന്താ മോളെ? അച്ഛൻ ഉറങ്ങിയോ? ആ ഓരോറക്കം കഴിഞ്ഞു. എന്താ മോളെ, എന്തായി രാത്രിയില്? അച്ഛാ, ദീമോൾ ഉറങ്ങിയോ? ഓ അവള് നല്ല ഉറക്കത്തിലാ. ഇപ്പൊ അവളെ വിളിക്കണോ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. എന്താ മോളെ, അവളെ ഈ രാത്രി തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്? അച്ഛാ, മറ്റൊന്നും കൊണ്ടല്ല. രാഖിയെ സൂക്ഷിക്കണോ അച്ഛാ? അവൾ ഏത് നിമിഷവും വരും എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ദീമോള എന്റെ ലോകം. അവളില്ലാത്ത ലോകത്ത് വന്ദന ഉണ്ടാവില്ല. എന്താ മോളെ നീ പറയുന്നത്? മോളിപ്പോ ജഗന്റെ ഭാര്യയാ. നിന്റെ ജീവിതകാലം വരെ നീ അവരോടൊപ്പമാ കഴിയേണ്ടത്. ദിയമോൾ ഇവിടെ സുരക്ഷിതയാ. അവളെ ഓർത്ത് നീ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അതല്ല അച്ഛാ, രാഖി അച്ഛൻ അറിഞ്ഞുകൂടാത്തോണ്ട. സാഗറിനേക്കാളും വലിയ അപകടകാരിയാ രാഖി. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ പിന്നെ ലക്ഷ്യം കാണാതെ പിന്മാറില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് രാഖിയുടെ പിറകിൽ മറ്റാരോ ഉണ്ടെന്നാ. ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരു വിവരമില്ലാതിരുന്ന രാഖി ഒരു സുപ്രഭാതത്തിൽ ദീമോൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കോ? അപ്പോ അതിനർത്ഥം അവൾക്കൊപ്പം അല്ലെങ്കിൽ അവളെ സഹായിക്കാൻ ഏതോ ഒരു ശക്തി കൂടെ ഉണ്ടെന്നാ. മോള് ടെൻഷൻ ആവണ്ട. മതേട്ടാ, ആ ഫോണിങ് തന്നേ. അമ്മ ചോദിക്കുന്നു, ഞാൻ കൊടുക്കാം. മോളെ, ദിയമോൾക്കൊന്നും സംഭവിക്കില്ല. മോള് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണമെങ്കിൽ നമുക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ടമ്മേ, അതൊക്കെ കൂടുതൽ അപകടമാവും. നീ ആ ഫോണിങ് തന്നെ. മോളെ, നീ ഇപ്പൊ കിടന്ന് ഉറങ്ങ. നേരം വെളുക്കുമ്പോ എന്താണ് വേണ്ടെന്ന് വെച്ചാ അച്ഛൻ അത് ആലോചിച്ച് ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ദിയമോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നുള്ള പേടിയാ വന്ദനിക്ക്. ചന്ദ്രു, നീ ഉറങ്ങാൻ നോക്ക്. ഒരമ്മയാവാൻ സ്വന്തം വയറ്റിൽ തന്നെ പറക്കണമെന്നില്ല, അല്ലേ ചന്ദ്രു? നീ കിടക്ക. മാനത്തെ കൊട്ടാരം